മൻ തആറ മിനൽ ലൈലി, അതായത് ഐ ഇസ്തൈഖള മിൻ നൗമിഹി ലൈല, ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് രാത്രിയിൽ അവൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ. ഈ അധ്യായം, ഈ വിഷയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഫി കിതാബി തഹജ്ജുദി. അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ തഹജ്ജുദിന്റെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്. അപ്പം ആ സമയത്തുള്ള തഹജ്ജുദിന് വേണ്ടിയുള്ള എഴുന്നേൽപ്പിലും ആ ഒരു നേരത്തും അവൻ എന്ത് ചെയ്യണം? ഈ ഒരു സമയത്ത് ഇടക്കുള്ള ഉണർന്നിഞ്ഞ് നിസ്കരിക്കാനൊന്നും നീക്കുന്നില്ല, ഒന്നാണ്ട് ഉണർന്ന് പിന്നെയും ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഈ പ്രാർത്ഥന പറയേണ്ടതുണ്ട്. എന്താണ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് കാണാതൊന്നും പഠിക്കാനില്ല, അറിയാവുന്നത് തന്നെയാണ്. അതിൻ്റെ ക്രമം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഉണരുന്ന വേളയിൽ തന്നെ അവൻ്റെ തൗഹീദ് തന്നെയാണ് പ്രഖ്യാപിക്കേണ്ടത്. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, അവനാണ് സർവാധികാരം, അവനാണ് സർവസ്തുതി, അവൻ സർവത്തിനും കഴിവുള്ളവനാണ്. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതൊരു പാർട്ട്. ഇതിനോട് ചേർത്ത് എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എല്ലാവർക്കും അറിയുന്നത് അതും പറയുക. റബ്ബിനാണ് സർവസ്തുതി, അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവനല്ലാതെ ആരാധ്യനില്ല, അവനാണ് ഏറ്റവും മഹാൻ. ശേഷം അതിനോട് തുടർന്ന് മൂന്നാമതായിട്ടോ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറും ഇല്ല. ഏതൊരു കാര്യവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇതൊരാളാണ് പറഞ്ഞാൽ, ഇത് പറഞ്ഞതിൻ്റെ ശേഷം നബിതങ്ങൾ പറയണം സുമ്മ ഖാല, പിന്നീട് അവൻ ഇപ്രകാരം പറയട്ടെ. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി ആർക്കും പറയാൻ കഴിയാവുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ഇനി അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൻ്റെ എന്ത് കാര്യമാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ അതങ്ങ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഉസ്തുജീബ, ആ ദുആക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഇതേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ആ ദുആക്ക് ഉത്തരം കിട്ടും. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് പറയാനുള്ളതൊക്കെ അള്ളാഹിനോടാണ് പറഞ്ഞു. അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. നമ്മളവിടെ കിടന്ന കിടപ്പ് തന്നെയാണെങ്കിലും ഇത് പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനി നബിതങ്ങൾ പറയണം അതിനോട് ചേർത്തുകൊണ്ട്. ഇനി ഒരാൾ എഴുന്നേറ്റിട്ട് അവൻ എന്ത് ചെയ്യാണ്? പോയിട്ട് ഫൈൻ തവല്ല, അവൻ ഉളുവെടുത്തു, ഒരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. അവനാണ് കുബിലത്തു സലാത്തുഹു. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? വീണ്ടും ഉറക്കത്തിലേക്ക് പോകാതെ വേഗം പോയിട്ട് ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവൻ്റെ ആ നിസ്കാരം എന്ത് ചെയ്യാണ്? ഫൈൻ തവല്ല കുബിലത്തു സലാത്തുഹു, അവൻ ഉളുവെടുത്ത് നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. അത്രത്തോളം ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്ന്.